ഇവിടെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ FBA സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 33ാമത്തെ സ്ഥാപക ദിനമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ട് കാണും എല്ലായിടത്തുനിന്നും FBA എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ തെരുവിലൂടെ അലയുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ജോർജ് കുറ്റിക്കലശൻ എന്നുള്ള MCBA സഭാംഗമായിരുന്നൊരു വൈദികൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മളെവിടെ ചെന്നാലും കാണാം ഒരുപക്ഷെ ഈ ആകാശപ്പറവുകൾ എന്നുള്ള ബോർഡ്. ശരിക്കും ഇത് FBA എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയതും അതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പം ഒത്തിരി ഈ പിന്നിട്ട വഴികളുണ്ട് അതിന് പിന്നിൽ. അപ്പോൾ അത് നാളെ 33ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോഴത്തേനും നാളെ നമുക്കൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസവും കൂടി. പ്രത്യേകിച്ച് ഇവർക്ക് എല്ലാവർക്കും ഇരുന്ന് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്യാനുമായിട്ട് ഒരു പുതിയ ചാപ്പലിൻ്റെ ഒരു വെഞ്ചിരിപ്പ് കർമ്മവും നാളെ നടത്തപ്പെടുന്നുണ്ട്. ആ ചടങ്ങുകളാണ് നാളെ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. പറവുകളുടെ കൂട്ടുകാർ എന്ന ഒരു പേര് തന്നെ ഉണ്ടായത് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ MCBA സഭാംഗമാണ്. അദ്ദേഹം രാജസ്ഥാനിൽ ഭരത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനിടയായപ്പോൾ ഭരത്പൂരിൽ ഏകദേശം 34 കിലോമീറ്റർ ചുറ്റളവിൽ ദേശാടന പക്ഷികളെ ഡോക്ടർ സലീം അലിയുടെ നേതൃത്വത്തിൽ നോക്കുന്ന വലിയൊരു പ്രസ്ഥാനമുണ്ട്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയാണ് അതിന് ഫണ്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്യുന്നത് ദേശാടന പക്ഷികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകമായിട്ട് സൈബീരിയയിൽ നിന്നും സൈബീരിയൻ കൊക്കുകൾ അങ്ങനെയുള്ള പക്ഷികൾ കടന്നു അവിടുത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് പ്രത്യേകിച്ച് സൈബീരിയയിലൊക്കെ മഞ്ഞ് മൂടിയ കാലാവസ്ഥയാകുമ്പോൾ അവ നമ്മൾ എങ്ങനെയോ ദേശാടന പക്ഷികളായി അവർ രാജസ്ഥാനിൽ ഭരത്പൂരിൽ വരുന്നു. അവിടെ വന്ന് അവർ കൂടുണ്ടാക്കി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ഇവിടുന്ന് അവിടേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന ആ സമയങ്ങളൊക്കെ ഡോക്ടർ സലീം അലിയുടെ നേതൃത്വത്തിൽ കുറേ പേര് ഈ പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രോഗമുള്ളതിനെ വലയിട്ട് പിടിക്കുന്നു, അതിന് മരുന്ന് കൊടുക്കുന്നു, ക്ഷീണമുള്ളതിന് ടോണിക് കൊടുക്കുന്നു. രോഗമുള്ളതിനെ പിടിച്ചതിന് ശേഷം കാലിൽ റിങ് അനുസരിച്ച് ഒരു നമ്പർ അനുസരിച്ച് ഫയല്. ഈ ഫയലുകൾ ഈ പക്ഷികൾ ഇവിടെ നിന്ന് പിന്നീട് അവ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെയുള്ള പക്ഷി സ്നേഹികൾക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ പക്ഷികളെ നോക്കാൻ പോലും മനുഷ്യർ വലിയൊരു പ്രസ്ഥാനവും അതിന് വലിയൊരു ഫണ്ടിങ് ഏജൻസിയും എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ ജോർജ് കുറ്റിക്കലച്ചൻ ആ പക്ഷി സങ്കേതത്തിലൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ കുറേ മനുഷ്യർ ജട പിടിച്ച മുടിയും കുളിക്കാത്ത ശരീരവും അലക്കാത്ത വസ്ത്രവുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, കടത്തിണ്ണയിൽ, ട്രെയിനിൽ ബോഗിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതാ ട്രെയിനിൻ്റെ ബോഗിയിൽ സ്വന്തം തുണി അഴിച്ച് അല്ലെങ്കിൽ സ്വന്തം ഷർട്ടോ ബനിയനോ ഒക്കെ അഴിച്ച് അവിടെ തുടച്ച് ക്ലീനാക്കി അച്ഛൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നു. അപ്പോഴച്ഛന് ഇങ്ങനൊരു ചിന്തയുണ്ടായി, ദൈവമേ, ഈ പക്ഷികളെ പോലും ടോണിക്ക് കൊടുത്തും ആവശ്യത്തിന് മരുന്ന് കൊടുത്തും ഒക്കെ മനുഷ്യർ ഇത്രയും അധികമായിട്ട് സംരക്ഷിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുള്ള മനുഷ്യ മക്കൾ അവരിതാ അവർക്ക് വികൃതമായ രൂപം, കുളിക്കാത്ത ശരീരവും മുടിവെട്ടാതെയും അലക്കാത്ത വസ്ത്രവുമായി വികൃത രൂപികളായിട്ട് ദൈവത്തിൻ്റെ ആ ഛായ നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇവരെ ദൈവത്തിൻ്റെ ഛായയിലേക്കും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവരാക്കി തീർക്കണം. അതിനായി അച്ഛൻ്റെ മനസ്സിൽ ഒരു ചിന്തയാണ് ഈ ആകാശപ്പറവളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് അവർ മംഗലാപുരത്താണെങ്കിൽ ഒരുപക്ഷെ നാളെ രാവിലെ അവർ ചിലപ്പോൾ നമ്മുടെ എറണാകുളം സൗത്തിലായിരിക്കാം. അങ്ങനെ ഇവരും പക്ഷികളെ പോലെ ഭക്ഷണം അന്വേഷിച്ചും വസ്ത്രം അന്വേഷിച്ചും പല രീതിയിൽ പറന്ന് നടക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും നൽകി രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കി ഇവരെ മാറ്റണം. ഇതിൻ്റെ ഒരു വെളിച്ചമാണ് രാജസ്ഥാനിൽ ഭരത്പൂരിൽ വെച്ച് ഈ പക്ഷി സങ്കേതം സന്ദർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചന് കിട്ടിയത്. ആ കിട്ടിയതിൻ്റെ 33ാമത്തെ ജന്മദിനമായിട്ടാണ് ഞങ്ങൾ നാളെ ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടെ ആരംഭിക്കുന്നത് 3:30 ഒരു പുതിയതായിട്ടുണ്ടാക്കിയ പള്ളിയുടെ വെഞ്ചിരിപ്പ്, അതിൻ്റെ നവീകരിച്ച ചാപ്പലിൻ്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം 5 മണിക്ക് ഒരു പൊതുയോഗം. ഇപ്പോൾ പൊതുയോഗത്തിൽ മെയിനായിട്ടും നമ്മുടെ ഇവിടെയുള്ള നമ്മൾ പറഞ്ഞ നമ്മുടെ ഒരു നമ്മുടെ മക്കളിൽ ഒരാളായിരിക്കും ആ പൊതുയോഗത്തിൽ അധ്യക്ഷനായിട്ടിരിക്കുക. അത് പ്രത്യേകിച്ച് കുറ്റിക്കലച്ചൻ്റെ ഒരു ശൈലിയാണ്. കാരണം നമ്മൾ വിശിഷ്ടാതിഥികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ മക്കളായിരിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ച് മക്കളെ ആയിരിക്കും
വിശിഷ്ടാതിഥിയാക്കുന്നത്. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ ഉള്ള മക്കളിൽ നന്നായിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നെ ആദ്യകാലം തൊട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒത്തിരി ആൾക്കാരുണ്ട്, അൽമായരുണ്ട്, സന്യസ്തരുണ്ട്, വൈദികരുണ്ട്. അവരെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിൻ്റെ അകത്ത് നടത്തപ്പെടുന്നുണ്ട്. പിന്നെ ഈ FBA എന്നുള്ള പ്രസ്ഥാനത്തിലൂടെ ഇതിൽ ശുശ്രൂഷ ചെയ്ത് വൈദിക വൃത്തിയിലേക്ക് കടന്നു വന്ന അംഗങ്ങളുണ്ട്, അവരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അങ്ങനത്തെ ചടങ്ങുകളാണ് നാളത്തെ നടക്കാനുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ MLA റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ ആശംസ നൽകാനായിട്ട് മുൻ മന്ത്രിയും ex-MLAയുമായ ജോസ് തെറ്റയിൽ സാർ വരുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങളുടെ മെമ്പർ, ഈ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ മറ്റു മെമ്പർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗങ്ങളായിരിക്കുന്നവരും ഈ ചടങ്ങിൽ ആശംസകൾ നൽകാനായിട്ട് വരുന്നു. അതുപോലെ മലയാറ്റൂർ മഹാ ഇടവകയുടെ തീർത്ഥാടക കേന്ദ്രത്തിൻ്റെ വികാരിയച്ഛനും ആശംസകൾ നൽകാനും മറ്റ് MCB സഭയിലെ പ്രൊവിൻഷ്യാളച്ഛൻ, മറ്റു വൈദികർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നൽകി ഈ കൂട്ടായ്മയെ അനുഗ്രഹ സമ്പന്നമാക്കാനായിട്ട് അവരെല്ലാവരും കടന്നു വരുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ഭാഷക്കാരായ മതസ്ഥരായ മാനസിക ആരോഗ്യനില തെറ്റിയ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കടന്നു വന്ന് ഇവർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും മറ്റു കാര്യങ്ങളും കൗൺസിലിങ്ങും മറ്റു എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ രോഗം കുറഞ്ഞു കഴിയുമ്പോൾ ഇവർ അഡ്രസ്സ് തരുന്നതനുസരിച്ച് ഇന്ത്യയിൽ എവിടെയാണ് ഇവരുടെ വീടെന്ന് കണ്ടെത്തി അവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇവിടെ സ്ഥിരമായ ആരെയും നിർത്തില്ല. തെരുവിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ പോലീസുകാരും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടും ആരും കൊണ്ടുപോകാനില്ലാതെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും മറ്റ് സാമൂഹ്യ പ്രവർത്തകരൊക്കെയാണ് ഇങ്ങനെയുള്ള വിവിധ ഭാഷക്കാരായ അന്യസംസ്ഥാനക്കാരായ മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുപോയി ഹാജരാക്കി ഇവർക്ക് കിട്ടാവുന്ന അഡ്രസ്സും ഇവരുടെ മറ്റ് ശരീരത്തിന് മറ്റ് അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പോലീസ് ശ്രദ്ധിച്ച് എടുത്തതിന് ശേഷം അവരുടെ ലെറ്ററോട് കൂടി മാത്രമാണ് ഈ സ്ഥാപനത്തിലേക്ക് ഓരോ അന്തേവാസിയെയും സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ ഇന്ത്യയിൽ എവിടെയാണ് ഇവരുടെ വീടെന്ന് കണ്ടെത്തി അവിടെ കൊണ്ടുവന്നാക്കുമ്പോഴും അവരുടെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കൊണ്ടാണ് അവിടേക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്നുള്ള ഡീറ്റെയിൽസ് കേരളത്തിലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യാശ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ അമ്മയാണ്. അപ്പം ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ്, അപ്പോൾ അതിനെപ്പറ്റി അമ്മയായിരിക്കും കൂടുതൽ സംസാരിക്കാൻ. ഇങ്ങനെ ഈ പിഷാടില്ലാത്തൊരു ലോകം അല്ലെങ്കിൽ പിഷാടില്ലാത്തൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്കറിയാം ഒത്തിരി പേര് ട്രെയിനിലും മറ്റുമൊക്കെ വന്ന് തെരുവിൽ അളിഞ്ഞിരിക്കുന്ന ആളുകളെ നമ്മുടെ ആകാശപ്പുഴ സെൻറ്ററിലും തിരുവനന്തപുരം, കുതിരവട്ടം, തൃശ്ശൂർ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നിരവധി അന്യസംസ്ഥാനക്കാരായ ആളുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആകാശപ്പുഴകളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന അന്യസംസ്ഥാനക്കാരെ അവിടെ നാട്ടിലെത്തിക്കുമായിരുന്നു. പിന്നീട് സർക്കാർ കേരള സാമൂഹ്യ നീതി വകുപ്പ് പ്രത്യാശ എന്നൊരു പ്രോജക്റ്റ് രൂപീകരിച്ച് അത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഹോമിൽ നിന്നുള്ള ആളുകളെ അവിടെ ദേശത്തെത്തിക്കാനുള്ള അനുമതി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ അനുവാദത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് 1500 ആളുകളെ സ്വന്തം ദേശത്തെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2018 സർക്കാർ ഈ പദ്ധതിയായിട്ട് പ്രത്യാശ പദ്ധതിയായിട്ട് ഇതിനെ രൂപീകരിച്ചത്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സെലക്ട് ചെയ്ത് ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നില തെറ്റിയ പുരുഷന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ അനുദിന ചിലവുകൾ നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോരുത്തരും അവരുടെ വീട്ടിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ വെഡ്ഡിങ്, ഡെത്ത് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ നേരത്തെ വന്ന് അവരിവിടെ ഒരാഴ്ച മുമ്പെങ്കിലും വന്ന് അവർ ഇവിടെ പറയുന്നു ഞങ്ങൾ ഇന്നൊരു ചടങ്ങുണ്ട്, അതിന് ഞങ്ങളെല്ലാവരും വരും, ഇവരോടൊപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലാണ് ഭക്ഷണം. അപ്പോൾ ഇവിടെ 75 പേരുണ്ട്. ആ 75 പേർക്ക് ഞങ്ങൾ ഏകദേശം ഒരു 10,000 രൂപ നോൺ വെജ് ഫുഡിനായിട്ടും അല്ലെങ്കിൽ ഓരോരുത്തരും വരുന്ന അവർക്ക് കഴിയുന്ന പൈസ തരുന്നു. ഈ ഞങ്ങൾക്ക് ഇത്രയും തരാനുള്ളൂ, അതനുസരിച്ച് ഇവർക്ക് ഭക്ഷണം ആക്കി കൊടുക്കാവോ അങ്ങനെ പറയുമ്പോൾ കൊടുക്കുന്നു. ചിലർ ഇവിടെ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഈ 75 പേരും 3 നേരം മരുന്ന് കഴിക്കുന്നവരുണ്ട്, 2 നേരം കഴിക്കുന്നവരുണ്ട്. കുറച്ച് മരുന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നു. ബാക്കി നമ്മളെല്ലാം പൈസ കൊടുത്ത് മറ്റുള്ളവരുടെ ദൈവം മനുഷ്യരുടെ ഉള്ളിൽ ഉദാരത
തോന്നിച്ച് അവർ കൊണ്ടുതരുന്നത് കൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ എല്ലാ മാസവും ഇവിടെ വരുന്നു, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ, അതുപോലെ മറ്റ് ഫിസിഷ്യനും മാസത്തിലൊരു ദിവസം വരുന്നു. ബാക്കി ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മുളങ്ങന്തത്താവ് മെഡിക്കൽ കോളേജ്, അതുപോലെ അങ്കമാലി താലൂക്ക് ആശുപത്രി, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ, അതുപോലെ എല്ലപ്പൂ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് ബാക്കി ചികിത്സാ കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഈ 22 വർഷമായിട്ട് ഈ സ്ഥാപനം, ഈ ആകാശപ്പറവുകളുടെ ശുശ്രൂഷയുടെ ആകാശപ്പറവുകൾ എന്നുള്ള പ്രസ്ഥാനം 33 വർഷമായെങ്കിലും 22ഓളം വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഈ 22 വർഷമായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നല്ല മനുഷ്യർ നമ്മുടെ ഈ സമൂഹത്തിലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇത് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും, ഇവർക്ക് വസ്ത്രമായിട്ടായിരിക്കാം, ഭക്ഷണമായിട്ടായിരിക്കാം, എന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അത്രയും സഹായിക്കുന്നത് ഈ സമൂഹത്തിനും. ഇവിടെ കൂടുതൽ ആൾക്കാരെ ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനെ ഇതെവിടെയുണ്ട്, നിങ്ങൾ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അങ്ങനെ അവർ വിളിക്കുന്നു. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും. പക്ഷേ 50 പേർക്കുള്ള താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ആൾക്കാരെ ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇനിയും ആർക്കെങ്കിലൊക്കെ ഇവിടെ പുതിയ കെട്ടിടം പണിത് തരാനായിട്ട് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സ്വീകരിക്കും. ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ മനുഷ്യരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ട്. കാരണം അനേകം മാനസിക ആരോഗ്യനില തെറ്റി മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായിട്ട് ഉള്ള മനുഷ്യർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമനില തെറ്റിയവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അനേകം മാതാപിതാക്കൾ ചിലർ വന്നിവിടെ പറയാറുണ്ട്, അവർക്ക് 10 ലക്ഷം രൂപയുടെ സ്വത്തുണ്ട്, ആ മകനെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതോടുകൂടി ആ സ്വത്ത് നിങ്ങൾക്ക് തരാം. അങ്ങനെയുള്ള സാമ്പത്തികമായ കാര്യങ്ങളിലോ ഇടപെടലൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾ ആരുമില്ലാതെ തെരുവിൽ കൂടെ അലയുന്നവർ മാത്രം കൊണ്ടുവരുന്നു. ഉദാരമതികൾ, ദൈവം തോന്നിക്കുന്ന ഉദാരമതികളുടെ സഹായത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ആയിട്ട് സ്പോൺസർ ചെയ്തത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഇതേപോലെ തൃശ്ശൂർ ചെന്നായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ അത് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്കൊരു സ്ഥലമുണ്ട്, ഏകദേശം 1.25 ഏക്കർ സ്ഥലമുണ്ട് ഈ പുഴയുടെ തീരത്ത്, പെരിയാറിൻ്റെ തീരത്ത്. അത് ഞാൻ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ എനിക്ക് താമസിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ കണ്ട് ഇവിടെയുള്ള മനുഷ്യരുടെ വേദന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിനി റിട്ടയർഡ് ആയിട്ട് വേണം, അതിന് 20 വർഷം കൂടിയും കഴിയും, എന്നാൽ റിട്ടയർഡ് ആയവർ പോലും ഇവിടുത്തെ അവസ്ഥയിൽ കിടക്കുന്നു. അച്ഛൻ അതുകൊണ്ട് എൻ്റെ സ്ഥലം ഞാൻ അച്ഛന് തരാം. ഇങ്ങനെയുള്ള തെരുവിൽ കൂടെ നടക്കുന്നവരും റിട്ടയർഡ് ആയിട്ട് പോലും ആരും നോക്കാനില്ലാത്ത മനുഷ്യരെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചോളം പറഞ്ഞ് അദ്ദേഹം ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറും കുടുംബവും നമുക്ക് ദാനമായി തന്നാണ്. ദിവികാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റാണ് ഇതിൻ്റെ മേൽനോട്ടം. ആ ട്രസ്റ്റിലേക്ക് കുര്യൻ ജോസഫ് സാർ എഴുതി കൊടുത്തു. ആ സ്ഥലത്താണ് ഇപ്പോഴും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 750ഓളം പേര് ഈ സ്ഥാപനത്തിൽ ഇതുവരെ വന്ന് ശുശ്രൂഷ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുത്തൂറ്റെന്ന് പറഞ്ഞ് ആ കമ്പനി അവർ വന്ന് 2 മാസത്തിലോ 3 മാസത്തിലൊക്കെ ഒരിക്കൽ വന്ന് ഇവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ ഒരു സഹായം അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ പലരും നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്ര അധികം ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് തെരുവിലലയുന്ന കൊടുക്കുന്ന ഒരു ശുശ്രൂഷയും കുറ്റിയിലച്ചൻ്റെ വലിയൊരു ആശയമായിരുന്നു. കാരണം തെരുവിൽ നിന്ന് ഈ ഭിക്ഷാടകരോടൊപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ വന്ന് താമസിക്കാനായിട്ട് താല്പര്യമില്ലാത്ത മനുഷ്യർ അവർ തെരുവിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി അവരെവിടെ താമസിക്കുന്നോ അവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഒരു ശുശ്രൂഷ. സഹിയോൻ അടുക്കള എന്നാണ് ആ ശുശ്രൂഷയുടെ പേര്. ജമ്മു കാശ്മീർ, ഡൽഹി, ബീഹാർ, ബാംഗ്ലൂർ, തമിഴ്നാട് 9 സെൻറ്റർ. ഈ സെൻറ്ററുകളെല്ലാം ഇങ്ങനെ ഡൽഹിയിലൊക്കെ ഉള്ളത് നമുക്ക് വാടക കെട്ടിടത്തിലും അല്ലെങ്കിൽ മറ്റുള്ള രൂപതകൾ, സഭയുടെ സ്ഥാപനങ്ങൾ, ഒഴിവായി കിടക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടൊക്കെ ഇതാണ്. സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് ഒന്നുമില്ല, എല്ലാവരും ദാനമായി തരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. MCBS സഭയുടെ കീഴിലാണ്. കത്തോലിക്ക സഭയിൽ MCBS സഭയുടെ കീഴിലാണ്. MCBS ആണ് ഈ ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന പ്രസ്ഥാനം തുടങ്ങിയത്. അതിൽ
രണ്ടച്ഛന്മാരെയാണ് അതിൽ നിന്ന് ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ഛനും പിന്നെ തോമസ് എലവനാലച്ഛൻ എന്ന് പറഞ്ഞ് ആ രണ്ടച്ഛന്മാരെയാണ് MCP സഭ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏൽപ്പിച്ചത്. ജോർജ് കുറ്റിക്കിലച്ഛൻ മരിച്ചുപോയി. മറ്റ് ഒരച്ഛനായിരുന്നു തോമസ് എലവനാൽ. അദ്ദേഹം ഇന്ന് കല്യാൺ രൂപതയുടെ ബിഷപ്പാണ് ബോംബെയിൽ. അതിനുശേഷം പുതിയ നേതൃത്വ സമിതിയും അംഗങ്ങളൊക്കെ ഇപ്പോഴുണ്ട്.